ധ്യാനഭാവത്തിലുള്ള ശിവനെ ആരാധിക്കുന്ന വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പറമ്പന്തള്ളി ക്ഷേത്രം. തൃശ്ശൂരുകാർക്ക് വടക്കുംനാഥ ക്ഷേത്രത്തോടും കൂടൽമാണിക്യ ക്ഷേത്രത്തോടും ഒപ്പം തന്നെ പ്രാധാന്യമുള്ള പറമ്പന്തള്ളി മഹാദേവ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതറിയാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ ക്ഷേത്രത്തിനു പിന്നിലും ഓരോ ഐതിഹ്യ കഥകളുണ്ട്. അത്തരം ഐതിഹ്യങ്ങൾ കൊണ്ട് വിശ്വാസികളുടെ മനസ്സിൽ കയറിക്കൂടിയ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. അത്തരത്തിൽ തൃശ്ശൂരുകാരുടെ മാത്രമല്ല എല്ലാ ശിവഭക്തരുടെയും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് 108 ശിവാലയങ്ങളിലൊന്നായി വിശ്വസിക്കപ്പെടുന്ന തൃശ്ശൂർ ചാവക്കാടിന് സമീപത്തുള്ള പറമ്പന്തള്ളി മഹാദേവ ക്ഷേത്രം. എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളും കഥകളുമാണ് ഇവിടേക്ക് വിശ്വാസികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. തൃശ്ശൂരുകാർക്ക് വടക്കുംനാഥ ക്ഷേത്രത്തോടും കൂടൽമാണിക്യ ക്ഷേത്രത്തിനോടൊപ്പം തന്നെ പ്രാധാന്യം പറമ്പന്തള്ളി മഹാദേവ ക്ഷേത്രത്തിലുമുണ്ട്. പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട 108 ശിവാലയങ്ങളിൽ ഒന്നായി വിളങ്ങി നിൽക്കുന്ന പറമ്പന്തള്ളി ക്ഷേത്രം ഏറെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. മുല്ലശ്ശേരി എന്ന പ്രദേശത്തിന്റെ നാഥനായി ഇവിടുത്തെ ശിവനെ ആരാധിക്കുന്നു എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. മാടത്തിലപ്പനായാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത്. മുല്ലശ്ശേരി ക്ഷേത്രം എന്നും ഇത് അറിയപ്പെടുന്നു. പറമ്പത്തള്ളി ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് മാടത്തിലപ്പൻ. ഉയരത്തിലുള്ള ശ്രീകോവിലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശിവനാണ് മാടത്തിലപ്പൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ പറമ്പന്തള്ളി ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ ഏകദേശം 21 പടികൾ മുകളിലാണ്. ഇത് കയറിയാൽ മാത്രമേ ഇവിടെ ശ്രീകോവിലിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഒരു മരത്തോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടമാണിത്. 21 പടി കയറി മുകളിലെത്തിയാൽ അവിടുന്ന് വീണ്ടും ഉയരത്തിലാണ് ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠയിരിക്കുന്നത്. 5 അടി ഉയരത്തിലുള്ള മഹാദേവ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. പതിറ്റാണ്ടുകളോളം പാരമ്പര്യമുള്ള ഈ ക്ഷേത്രം 900 വർഷങ്ങൾക്ക് മുന്നേ പുനരുദ്ധാരണം നടത്തിയതിൻ്റെ ശിലാലിഖിതങ്ങൾ ഇന്നും ഈ ക്ഷേത്രത്തിൽ കാണുവാൻ സാധിക്കും. ഒരു കാലത്ത് 21 ബ്രാഹ്മണ തറവാടുകളുടെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം. പിന്നീട് ഇത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലേക്ക് എത്തുകയായിരുന്നു. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള സുബ്രഹ്മണ്യനും ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ഇന്നും ഈ ക്ഷേത്രം സന്ദർശിച്ചാൽ ക്ഷേത്രത്തിലെ തറയിൽ വട്ടെഴുത്തുകൾ കാണുവാൻ സാധിക്കും. എന്നാൽ എന്താണിത് അർത്ഥമാക്കുന്നതെന്ന് ചരിത്രകാരന്മാർക്കും ഇതുവരെ വായിച്ചു മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്ര നിർമ്മാണം മനുഷ്യരല്ല എന്നും ശിവന്റെ ഭൂതഗണങ്ങളാണ് നിർമ്മിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. രാത്രി വന്ന ഭൂതത്താന്മാർ നിർമ്മിച്ചതാണെന്നും പുലർച്ചെ കോഴി കൂവിയപ്പോൾ പണി നിർത്തിപ്പോയി എന്നും ഒരു വിശ്വാസവും ഈ ക്ഷേത്രത്തിനു പിന്നിലുണ്ട്. നന്ദിയില്ലാത്ത ശിവക്ഷേത്രം എന്ന പ്രത്യേകതയും പറമ്പന്തള്ളി ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ശിവന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമായതുകൊണ്ട് തന്നെ ശിവനുമായി ബന്ധപ്പെട്ട ദിവസങ്ങളെല്ലാം ഇവിടെ ആഘോഷിക്കപ്പെടാറുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധം ശിവരാത്രി തന്നെയാണ്. ഇവിടെ സുബ്രഹ്മണ്യസ്വാമിയുടെ ഉപപ്രതിഷ്ഠയുള്ളതിനാൽ തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി ഇവിടെയുള്ള പ്രധാനപ്പെട്ട ആഘോഷമാണ്. അടുത്തെങ്ങും സുബ്രഹ്മണ്യ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമില്ലാത്തതും ഇവിടുത്തെ സുബ്രഹ്മണ്യന്റെ പ്രത്യേകതകളും ഇവിടുത്തെ ഷഷ്ഠി ആഘോഷങ്ങൾക്ക് കൂടുതൽ വിശ്വാസികളെ എത്തിക്കുന്നു. ശൂലം ധരിച്ചും പീലിക്കാവടികളും ഒക്കെയായി ആയിരങ്ങളെത്തുന്ന വലിയ ആഘോഷമാണ് ഷഷ്ഠി മഹോത്സവത്തിനുള്ളത്. വളരെ പ്രത്യേകതയേറിയ പറമ്പന്തള്ളി മഹാദേവ ക്ഷേത്രത്തിന്റെ ഐതിഹ്യമായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ക്ഷേത്ര കാഴ്ചകളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.